കുർബാനയിലെ ഈശോ എന്നെ സ്പർശിച്ചത് എൻ്റെ അമ്മയിലൂടെയാണ്. 1989 കാലഘട്ടത്തിലാണ് അമ്മ കിടരോഗിയായ അമ്മയുടെ അമ്മായിയമ്മയെ, എൻ്റെ വലിയമ്മച്ചിയെ ശുശ്രൂഷിക്കുന്ന രംഗമൊക്കെയാണ് ഞാൻ എപ്പോഴും അത് കാണുന്നത്. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 4 വർഷത്തോളമാണ് എൻ്റെ വലിയമ്മച്ചി അമ്മയുടെ അമ്മായിയമ്മ ഇങ്ങനെ കിടരോഗിയായിട്ടൊക്കെ കിടക്കുന്നത്. എത്രത്തോളം സ്നേഹത്തോടു കൂടെയാണ് അമ്മ ആ അമ്മായിയമ്മയെ നോക്കിയത്. അത് മകൾ പോലുമല്ല, എന്നിട്ടും 4 വർഷം വളരെ സ്നേഹത്തോടെ ആ ശുശ്രൂഷ അത് കണ്ടപ്പോഴൊക്കെ എന്നെ അത് ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട്, ഒരുപാട്. അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. അമ്മയോട് ഞാൻ ഒരിക്കലും ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ് അമ്മയ്ക്ക് ഇത്രത്തോളം സ്നേഹം കാണിക്കാനായിട്ട് കഴിയുക? അന്ന് അമ്മ എന്നോട്, കുഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. എൻ്റെ യേശുവപ്പൻ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പറയുന്നത്, എൻ്റെ യേശുവപ്പൻ മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ് പറയുന്നത്. ഈശോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ഈശോയോടുള്ള ഒരു അതിരറ്റ സ്നേഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാമ്പിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ വിശ്വാസ പാതയിൽ ഞാനിപ്പോൾ വൈദികനായിട്ട് 12 വർഷം പൂർത്തിയാവുന്നു. ഇതിലൊരു റോൾ മോഡലായിട്ട് എൻ്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. കാരണം അമ്മ വിശുദ്ധ കുർബാനയിലെ ഈശോയെ പ്രണയിച്ചിരുന്നു.